നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഒരു കമ്പനി അഴിമതി നടത്തിയാൽ അതിനേക്കാൾ പ്രധാനമാണ് ഒരു രൂപയുടെ അഴിമതി അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ടയാൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അഴിമതിക്ക് ഒരൊറ്റ നിർവചനമേ ഉള്ളൂ. അധികാരത്തിലിരിക്കുന്നവർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വഴി മറ്റാർക്കെങ്കിലും ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് അഴിമതിയുടെ നിർവചനം. ആ അഴിമതിയുടെ നിർവചനത്തിൽ പിണറായി വിജയൻ സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും CMRLന് വഴിവിട്ട ഏതു നീക്കമാണ് നടത്തിക്കൊടുത്തിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കോടതിയിൽ വരുമ്പോഴും നിൽക്കാൻ പോകുന്ന ചോദ്യം അതാണ്, ഏതു നീക്കം. അതുകൊണ്ടാണ് മൂവാറ്റുപുഴയിലെ വിജിലൻസ് കോടതി ഈ കേസ് പ്രാഥമിക ഘട്ടത്തിൽ പരിഗണിച്ചപ്പോൾ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ കയ്യിലില്ല, ഉണ്ണി ബാലകൃഷ്ണൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങേക്ക് വെളിപ്പെടുത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRLനു വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു നീക്കം എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. അതായത് CMRL കൃത്യമായിട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനോട് പറഞ്ഞിട്ടുണ്ടേ, ഞങ്ങൾക്ക് ഇവർക്കൊക്കെ പൈസ കൊടുക്കുക, അത് ഈ വ്യവസായം നടത്താൻ കഴിയില്ല എന്ന്. അത് തന്നെയാണ് അതിന്റെ മറുപടി. രണ്ട്, ഒരു കാര്യം ചെയ്യണമെന്നില്ല, ഒരു കാര്യം ചെയ്യണമെന്നില്ല, നോക്കൂ സാർ, തെറ്റിദ്ധരിപ്പിക്കരുത് സാർ. നമ്മൾ അഴിമതിയുടെ കേസ് എങ്ങനെയാണ് വാദിക്കുന്നത്? കോടതിയിൽ പോകുമ്പോൾ പൈസ കൊടുത്ത ആൾ പറയുന്നു, അത് എൻ്റെ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഞാൻ ഇവർക്ക് പൈസ കൊടുത്തു, എൻ്റെ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ വരുന്നതിന്. അപ്പോൾ മറുഭാഗം ഉണ്ടാകുമല്ലോ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ആ കേസ് നിൽക്കില്ല. ഏതാണ് ഞാൻ ചെയ്ത വഴിവിട്ട നീക്കം? അതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. ഇത് ആര് വഴിവിട്ട നീക്കം നടത്തിയിരിക്കുന്നു? പിണറായി വിജയൻ മാത്രമല്ല. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ അഴിമതിയിൽ പെടുമ്പോഴാണ് വിഷയമുണ്ടാവുന്നത്. പിന്നെ ഉമ്മൻചാണ്ടി രാജീവ് ഗാന്ധി പോകുന്ന ഉമ്മൻചാണ്ടി അധികാരത്തിലുള്ള ആളല്ലേ? ഒരു MLA അധികാരത്തിലുള്ള ആളല്ലേ? രമേശ് ചെന്നിത്തല അധികാരത്തിലുള്ള ആളല്ലേ? കുഞ്ഞാലിക്കുട്ടി അധികാരത്തിലുള്ള ആളല്ലേ? ഇബ്രാഹിം കുഞ്ഞ് അധികാരത്തിൽ. നമ്മളത് പറയണം സാർ. അപ്പൊ ചോദ്യം എന്താണ്? അപ്പോൾ CMRL ഇവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഈ പണമുണ്ടല്ലോ, ഇതൊരു വലിയ സിസ്റ്റമിക് കറപ്ഷൻ ആണ്. ഇതൊരു വ്യവസ്ഥയുടെ ഭാഗമാണ്. നിങ്ങൾ എന്താണ് ഇതിൽ 1,17,00,000 ഈ വിഷയത്തെ ചുരുക്കുകയും ബാക്കിയുള്ള വിഷയങ്ങളിലുള്ള CMRL നടത്തിയിരിക്കുന്ന അവിഹിതമായിട്ടുള്ള ഇടപാടുകൾ അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നോക്കൂ, ദീസ് പേയ്മെന്റ്സ് വെയർ മെയ്ഡ് ഇറ്റ് ടു ഫംഗ്ഷനറീസ്. എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്? ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് അവർ ബിസിനസ്, എസ്പെഷ്യലി ഇൻ വ്യൂ ഓഫ് ദ ഫാക്ട് ദാറ്റ് വി ഒബ്റ്റെയിൻ ഇൽമനേറ്റ് വിച്ച് ഈസ് മൈൻഡ് ബൈ PSU as our raw material. ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം സ്വകാര്യ മേഖലയിൽ വേണമെന്ന് വാദിച്ചപ്പോൾ എതിർത്തത് ആരാണ് സർ? ഈസ് ഇറ്റ് LDF or UDF? അല്ലല്ല, നോക്കൂ, കൽക്കരി ഖനനം സ്വകാര്യ മേഖലയിലാക്കി ഉത്തരവിറക്കിയതാരാണ്? കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല എന്ന നിലപാടെടുത്തത് ആരാണ്? ഉത്തരവിറക്കിയതാരാണ്? നോക്കൂ, എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ അഴിമതി വഴിവിട്ട നീക്കം നടത്തിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യമാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ ഈ കമ്പനിക്ക് അനുകൂലമായി CMRL കമ്പനിക്ക് അനുകൂലമായി നൽകാൻ എപ്പോഴെങ്കിലും LDF ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? എന്റെ അറിവിൽ തീരുമാനമെടുത്തിട്ടില്ല. ഒരു നിമിഷം സർ. രണ്ടാമത്തത്, എന്നാൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലാകാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ആരാണ്? ഈ പണം കൈപ്പറ്റിയിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ പ്രതിനിധീകരിക്കുന്ന ഭരണമുന്നണിയാണ്. താങ്കൾ പറയുന്ന കാര്യത്തിലുള്ള മറുപടിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പുതിയ വിവരം കൂടി വരുന്നുണ്ട്. CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നൊരു പരാമർശം കൂടി ROCD റിപ്പോർട്ടിലുണ്ട്. ഇതാണ് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇത് പൊളിറ്റിക്കൽ ആണ് ആർഗ്യുമെന്റ്. CMRLനെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയുക? വിവരങ്ങൾ Meet the editors.